കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവവചനം നമ്മളെ മാറ്റിമറിക്കും. എതിരിടുന്ന തകർത്ത് കളയുന്ന പ്രതിയോഗിയുടെ ശക്തി കെടുത്തുവാൻ, അതിനെ ഇല്ലായ്മ ചെയ്യാൻ കഴിവുള്ളതാണ് ദൈവവചനം. അതുകൊണ്ട് തന്നെ ഇന്ന് വചനം കേൾക്കുമ്പോൾ അകത്തൊരു ഉറപ്പുണ്ടാകുക, ഞാൻ നേരിടുന്ന പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാകും. നീ നേരിടുന്ന വിഷയം എത്ര വലുതാണെങ്കിലും അതിനകത്തൊരു പരിഹാരം യേശു ക്രിസ്തു മുഖാന്തരം ഉണ്ടാകുക തന്നെ ചെയ്യും. ഇത് ആരുടെ ഉണ്ടാകും? വിശ്വസിക്കുന്നവർ. ഈ വചനം കേട്ടത് വിശ്വസിക്കുന്നവർ. അങ്ങനെ വിശുദ്ധമായി എഴുതിയിരിക്കുന്നത് വിശ്വസിക്കുന്നവർ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ അത്യന്ത ശക്തി. നിങ്ങളുടെ അകത്തുനിന്ന് വിശ്വാസത്തിന്റെ ശക്തി ഉളവാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ശുശ്രൂഷയിൽ കടക്കുകയാണ്. യെശയ്യാവിന്റെ പുസ്തകം 51-ാം അധ്യായം 14-ാം വാക്യം പ്രാരംഭമായി നമുക്കൊന്ന് വായിക്കാം. യെശയ്യാവ് 51:14. പീഡകരുടെ ക്രോധം എവിടെ? ബദ്ധനായിരിക്കുന്നവനെ വേഗത്തിൽ അഴിച്ചുവിടും. അവൻ കുണ്ടറയിൽ മരിക്കുകയില്ല, അവൻ ആഹാരത്തിന് മുട്ടുവരികയില്ല. എവിടെ ബന്ധിക്കപ്പെട്ടിരിക്കുന്നോ ആ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു മോചനം ഉണ്ടാവും. ആരഴിക്കും ഈ ബന്ധനം? അതോർത്ത് ഭാരപ്പെടുന്ന വ്യക്തിയെ എന്നെ ആര് സഹായിക്കും? അതോർത്ത് ഭാരപ്പെടുന്ന വ്യക്തിയെ നിന്റെ ബന്ധനങ്ങളെ അഴിക്കുവാൻ ദൈവത്തിന്റെ കരം ഇത് നിന്റെ മേൽ ചലിക്കാൻ പോവുകയാണ്. ശക്തിയുടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 33, 34, 35 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. അവൾ കരയുന്നതും അവളോട് കൂടെ വന്ന യഹൂദന്മാർ കരയുന്നതും യേശു കണ്ടിട്ട് ഉള്ളം നൊന്ത് കരഞ്ഞു. അവൻ ഉള്ളം കലങ്ങി. അവനെ വെച്ചത് എവിടെയെന്ന് ചോദിച്ചു. കർത്താവേ, വന്ന് കാണുക എന്ന് അവർ അവനോട് പറഞ്ഞു. യേശു കണ്ണുനീർ വാർത്തു. നിന്റെ കണ്ണുനീര് കണ്ടിട്ട് അത് കണ്ണ് മറികടന്നു പോകുന്ന ഒരു ദൈവത്തെ പറ്റിയാണ് ഞാൻ പ്രസംഗിക്കുന്നത്. ലോകത്തിന്റെ ഭാഷയിൽ, ബുദ്ധിയുടെ, ജ്ഞാനത്തിന്റെ, താർക്കികന്റെ ഭാഷയിൽ നിന്ന് പലതും എന്നെ പറ്റി വ്യാഖ്യാനങ്ങളുണ്ടാവും. പക്ഷെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലും ഈ വിശുദ്ധ വചനത്തിലെ തിരുവെഴുത്തുകളുടെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുന്നു, കണ്ണുനീര് കണ്ട് മറികടന്നു പോകുന്ന ഒരു ദൈവമല്ല യേശുവപ്പ. വചനം പറയുന്നു, അവൾ കരയുന്നത്, അവളുടെ കൂടുതൽ യഹൂദന്മാർ കരയുന്നത് കണ്ട് അവന്റെ നെഞ്ച് കലങ്ങി. ഹല്ലേലൂയ. യേശു കണ്ണുനീർ വാർത്തു. നിന്റെ കണ്ണുനീർ കാണുമ്പോൾ ഹല്ലേലൂയ, ഇതിലും വലുത് ഇവരുണ്ടായിരിക്കുന്നതിനുള്ളിൽ പറയുന്ന ഒരു തമ്പുരാനല്ല. നിനക്ക് വേണ്ടി കരയുന്നവൻ, നെഞ്ചു കലങ്ങുന്നവൻ, അവന്റെ പ്രവൃത്തി നീ ജീവിതത്തിൽ കണ്ടറിയാൻ പോവുകയാണ്. മനസ്സിലാക്കുക. കർത്താവേ, ശക്തിയോടെ സ്തുതിച്ചാട്ടെ. ആ അധ്യായത്തിൽ തന്നെ 40-ാം വാക്യം വായിച്ചാണ്. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും എന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ എന്ന് പറഞ്ഞു. അവർ കല്ല് നീക്കി. നമുക്കറിയാം ഇത് എന്തിനെ പറ്റി പറയുന്നത്. നമുക്കറിയാം ലാസറിനെ ഉയർപ്പിക്കുന്ന സംബന്ധിച്ചുള്ള ശുശ്രൂഷ. യേശു വളരെയധികം സ്നേഹിച്ച ലാസർ
അവന്റെ സഹോദരിമാരെ ആശ്വസിപ്പിക്കുന്ന യേശുവിന്റെ ചിത്രമാണ് മുമ്പിൽ കണ്ടത്. യേശു തന്നെ പറയുകയാണ്, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. ആ കല്ല് അല്ലെങ്കിൽ ആ കല്ലറാണ് തുറന്നു. നിന്റെ ജീവിതത്തിലെ വിഷയങ്ങൾ എത്ര നാറ്റം വെച്ചതാണെങ്കിലും, എത്ര പഴകിയതാണെങ്കിലും, അഴുകിയതാണെങ്കിലും, ആർക്കും അടുക്കാൻ പറ്റത്തില്ല എന്ന് നീ ഹൃദയത്തിൽ എഴുതി വെച്ചിരിക്കുന്ന വസ്തുതകളാണെങ്കിലും അതിന് ഇന്ന് പകൽക്കാലം ഒരു മറുപടി ഉണ്ടാകട്ടെ. ചില കല്ലുകളെ ഉരുട്ടി മാറ്റുവാൻ ദൈവത്തിന്റെ കൽപ്പന പുറപ്പെടുകയാണ്. ഹല്ലേലൂയ. അടച്ചു വെച്ചിരിക്കുന്നത് ചിലത് ഉരുണ്ട് മാറാൻ പോവുകയാണ്. നിന്റെ മുന്നിൽ ചിലത് തുറക്കപ്പെടാൻ പോവുകയാണ്. ഹല്ലേലൂയ. ചിലപ്പോഴും നിന്റെ ഏറ്റവും വേണ്ടപ്പെട്ടവർ ഉൾപ്പെടെ പറയും, തുറക്കരുത്, ദുർഗന്ധമായിരിക്കും തുറന്നാൽ ഉണ്ടാകാൻ പോകുന്നത്. എന്നാൽ തിരിച്ചറിയുക, ദുർഗന്ധത്തെ മണമാക്കി മാറ്റാൻ കഴിവുള്ളവൻ, മനുഷ്യർക്ക് മരണത്തിന്റെ നടുവിൽ ജീവനെ കൊണ്ട് കഴിവുള്ളവന്റെ വ്യാപാര ശക്തി ജീവിതത്തിൽ വെളിപ്പെടാൻ പോവുകയാണ്. 41-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാൽ, 43-44 വായിച്ചാൽ, ലാസറെ പുറത്തു വരിക എന്ന് ഉറക്കെ വിളിച്ചു. മരിച്ചവൻ പുറത്തു വന്നു. അവനെ കാലും കൈയും ശീലകൾ കൊണ്ട് കെട്ടി, മുഖം റൂമാൽ കൊണ്ട് മൂടിയിരുന്നു. അവനെ കെട്ടഴിക്കുകയും അവൻ പോകട്ടെ എന്ന് യേശു പറഞ്ഞു. അസാധ്യമാണ്, നടക്കത്തില്ല, ഒരു മറുപടി ഉണ്ടാകത്തില്ല എന്ന് നിരൂപിച്ച് കരയുന്നവരുടെ മധ്യത്തിൽ യേശു ക്രിസ്തുവിന്റെ പ്രവൃത്തി വെളിപ്പെടുകയാണ്. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. ഏതറ്റം വരെ വിശ്വസിക്കും? ഇനി വിശ്വസിക്കാൻ വകുപ്പുണ്ടോ? എല്ലാം കൈവിട്ടു പോയില്ലേ? എല്ലാം കയ്യിൽ ചോർന്നു പോയില്ലേ? നോ. തീർന്നുവെന്ന് വിധി കൽപ്പിച്ചതിന്റെ നടുവിൽ, പ്രതീക്ഷയ്ക്ക് വകയില്ലെന്ന് കരുതുന്നതിന്റെ നടുവിൽ നിനക്ക് വേണ്ടി എന്റെ കർത്താവ് ചെയ്യാൻ പോവുകയാണ്. കെട്ടിവെച്ചതിനെ കെട്ടിവരെ കൊണ്ടതിനെ അഴിപ്പിക്കാൻ കഴിവുള്ളവരെ വ്യാപാര ശക്തി എന്റെ തമ്പുരാന്റെ നാമത്തിൽ വെളിപ്പെടാൻ പോവുകയാണ്. സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തികൾ 9-ാം അധ്യായം അതിന്റെ 39, 40, 41 വാക്യങ്ങൾ നമുക്ക് വേഗം വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 9-ന്റെ 39, 40, 41 വാക്യങ്ങൾ. പത്രോസ് എഴുന്നേറ്റ് അവർ അവനെ പത്രോസിനെ മാളിക മുറിയിൽ കൊണ്ടുപോയി. കേട്ടോ, അവിടെ വിധവമാരെല്ലാവരും കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. തബീത തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ അവർ ഉണ്ടാക്കിയ കുപ്പായങ്ങൾ, ഉടുപ്പുകളും കാണിച്ചുകൊണ്ട് അവനെ ചുറ്റും നിന്നു. പത്രോസ് അവരെയൊക്കെയും പുറത്തിറങ്ങി മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. നെഗറ്റീവ് പറയുന്ന എല്ലാത്തിനെയും പുറത്തോട്ടിറങ്ങി ശവത്തിന്റെ നേരെ തിരിഞ്ഞു. എന്ത് പറഞ്ഞു? അവർ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. ശവത്തിന്റെ നേരെ തിരിഞ്ഞു. എഴുന്നേൽക്കുക എന്ന് അവൻ പറഞ്ഞു. ആര് പറഞ്ഞു? പത്രോസ് പറഞ്ഞു. അവൻ കണ്ണു തുറന്ന് പത്രോസിനെ കണ്ടു, എഴുന്നേറ്റിരുന്നു. എത്രാമത്തെ വാക്യമായിരിക്കും? ഒരുപാട് പറഞ്ഞ് കരയുവാൻ ഒരുപാട് കാര്യങ്ങളാണ്. പക്ഷേ അതിനൊരു വിരാമം ഉണ്ടാകാൻ പോവുകയാണ്. നിന്റെ കണ്ണുനീരിന്
യേശുവിനാൽ നിറഞ്ഞവൻ വന്നിട്ടുണ്ട്. പരിശുദ്ധാത്മാവിനാൽ ചലിക്കുന്നവനിവിടെ വന്നിട്ടുണ്ട്. അവന്റെ കരം നിനക്ക് വേണ്ടി ചലിക്കാൻ പോവുകയാണ്. തീർന്നുവെന്ന് വിധികൽപ്പിച്ചിടത്ത് ദാവീദ് ചെയ്ത നല്ല കാര്യങ്ങളെ, നല്ല നല്ല വസ്തുതകളെ പറഞ്ഞ് കരയുന്നവരെ അവരെ മാറ്റി നിർത്തി പ്രാർത്ഥിച്ച് അവളെ എഴുന്നേൽപ്പിച്ചു. എവിടെ പ്രതീക്ഷയാറ്റോ ആ വിഷയത്തിനകത്ത് മറ്റൊന്ന് കൊണ്ടിടുവെന്നല്ല, ആ വിഷയത്തിനകത്ത് ഒരു പരിഹാരം വരുവാൻ കഴിവുള്ളവരെ ഞാൻ സേവിക്കുന്ന എന്റെ അപ്പ. ചേർന്ന് ശക്തിയോടെ കർത്താവിനെ സ്തുതിച്ചാണ്. റോമൻസ് 13:11 വായിക്കാം. റോമൻസ് 13:11. ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ സമയത്തെ അറിയാൻ നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക് അധികം അടുത്തിരിക്കുന്നു. കേട്ടോ, വിടുതൽ അത് ദൂരെന്നല്ല, അത് ഏറ്റവും അടുത്തിരിക്കുന്നു. എത്തപ്പെടാവുന്ന ദൂരമേ ഉള്ളൂ. അടുത്തേക്ക് കൈ നീട്ടി തൊടാവുന്ന തലത്തിലേക്ക് മറുപടി വന്നിരിക്കുന്നു. ആരിതിനെ ഏറ്റെടുക്കുമോ അവരുടെ ജീവിതത്തിൽ വലത് വർഷങ്ങൾ സാക്ഷി ഉണ്ടാകാൻ പോയ യേശു നിന്റെ ജീവിതത്തിൽ ചെയ്തെടുക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ചില ഭവനങ്ങളുടെ അകത്ത് ചില സൗഖ്യങ്ങൾ നടക്കാൻ പോവുകയാണ്. ചില വ്യക്തികളുടെ മേൽ ദൈവം തൊടാൻ പോവുകയാണ്. അപ്പയുടെ സാന്നിധ്യം വ്യാപരിക്കപ്പെടട്ടെ. നന്ദി പരിശുദ്ധനെ. യേശുവേ ആരാധന. സകല സ്തുതികൾക്കും യോഗ്യനായ കർത്താവിന്റെ ശക്തി. ഹല്ലേലൂയ. അസാന്നിധ്യത്തിൽ നിറയുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. കേട്ടോ ബ്രദറെ, കേട്ടോ. ആ നീർക്കെട്ടവിടെ ചെല്ലുമ്പോൾ ഒരു വിടുതൽ കാണാനുള്ളത്, ആ പുറത്തെ അസ്വസ്ഥതയ്ക്ക് ഒരു വിടുതൽ കാണാനുള്ളത്, ചൊവ്വാഴ്ചത്തെ പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ സാക്ഷ്യം പറയുന്ന ചില സാധനങ്ങൾ, ചില അസ്വസ്ഥതകൾ സ്വാഭാവികമായി ഉണ്ടാകുന്നതല്ല, ചില രോഗങ്ങളുടെ ബലത്തെ കാണിക്കുന്നതാണ്. അതൊന്നും നമ്മുടെ മേൽ ക്ഷേമെടുക്കുന്നില്ല. മരണത്തെ ജയിച്ചവൻ, ആ പാതാള ഗോപുരങ്ങളെ തകർത്തവൻ, അവൻ നമ്മുടെ അപ്പനായിരിക്കുന്നു. ഒരു മേഖലയിൽ പരാജയം സംഭവിക്കത്തില്ല. ദൈവം നിന്നെ മാറ്റിമറിക്കുവാൻ ആഗ്രഹിക്കുന്നു. നിന്റെ ജീവിതത്തിൽ ചിലത് ചെയ്തെടുക്കുവാൻ ആഗ്രഹിക്കുന്നു. അസാധ്യങ്ങളെ സാധ്യമാക്കി തരുന്ന ദൈവിക കൃപയുടെ വ്യാപാരം നിങ്ങളുടെ വിഷയങ്ങളിൽ ചലിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ പ്രശ്നങ്ങളിൽ ചലിക്കാൻ പോവുകയാണ്. ലോകത്തെ കഴിയാൻ പോവുകയാണ്. അങ്ങനെ നിങ്ങൾ പൊട്ടിമാറാൻ പോവുകയാണ്. നന്ദി പരിശുദ്ധനെ. നന്ദി പരിശുദ്ധനെ. സ്കിന്നിനുണ്ടാകുന്ന ചില ബന്ധനങ്ങൾ അഴിഞ്ഞു മാറുകയാണ്. ത്വക്കിന്റെ മേലുള്ള ചില ബന്ധനങ്ങൾ അഴിയുകയാണ്. യേശുവേ ആരാധന. യേശുവേ നന്ദി. വല്ലാത്ത ഉത്കണ്ഠ, വല്ലാത്ത ടെൻഷൻ യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു പോകണം. ഭാരങ്ങൾ മാറട്ടെ, ഭയം നീങ്ങി മാറട്ടെ. ഒരു ദോഷവും നിന്റെ ജീവിതത്തിൽ സംഭവിക്കത്തില്ലെന്നുള്ള തിരിച്ചറിവുണ്ടാകും. എന്റെ അപ്പയെ അറിയാതെ എന്റെ ഒരു മുടി കൊഴിയനെ ആ തിരിച്ചറിവുണ്ടാകും. പ്രതിയോഗിയായി
സ്വതന്ത്രം ഭയങ്കര സംഭവങ്ങളാണ്. തിരിച്ചറിഞ്ഞുകൊണ്ട് രോഗിയായി വന്നവരോട് തിയറി പറഞ്ഞ് പഠിപ്പിച്ചവരെ തിയറി പറഞ്ഞ് ഉപദേശിച്ചു വിട്ട ഒരു വ്യക്തിത്വമല്ല യേശു കർത്താവ്. രോഗികളോട് സൗഖ്യമാക്കുവാൻ, രോഗത്തിന് വേണ്ടി വ്യാപരിച്ച ശക്തിയോട് വിട്ടുപോകാൻ കൽപ്പിച്ചവനാണ് യേശു കർത്താവ്. അഞ്ചപ്പത്തെ രണ്ടുപേരെ വർദ്ധിപ്പിച്ചവനാണ് എന്റെ കർത്താവ്. എന്ത് കഴിക്കും, എന്തെടുക്കും എന്നൊന്നും നീ ഭാരപ്പെടേണ്ട. ഈ ചുറ്റുമുള്ളവരൊക്കെ നോക്കിയാൽ മതി, എത്ര ചന്തവുമായി എത്ര കേരളമായി ഞാൻ എന്നെ പുലർത്തുന്നു. നിങ്ങൾ അവയെക്കാളിലും വാടിപ്പോകുന്ന പുല്ലിനേക്കാളിലും വിശേഷതയുള്ളവരല്ലേ. എന്റെ സാദൃശ്യത്തിൽ ഞാൻ നിങ്ങളെ ഉണ്ടാക്കിയിരിക്കുന്നുവെങ്കിൽ ജീവനും ഭക്തിക്കും വേണ്ടി സകലതും ഞാൻ ജീവനുണ്ടാകും. മുമ്പേ അവന്റെ രാജ്യവും നീതി അന്വേഷിക്കുക, അവനോടുകൂടെ സകലതും നിശ്ചയമായി ഉളവാകും. നല്ല കണ്ണുകളടയട്ടെ. നന്ദി പരിശുദ്ധ, നന്ദി അപ്പ, നന്ദി കർത്താവേ. വലിയ സൗഖ്യങ്ങളാലും വിടുതലാലും ഓരോരുത്തരും നിറയ്ക്കുന്നതിനോട് തൊഴിൽ സംബന്ധമായ വിഷയങ്ങളെ ചൊല്ലി ഭാരപ്പെടുത്തിയ വ്യക്തികളെ കർത്താവ് ദിവസങ്ങളിൽ സന്തോഷിക്കാൻ പോവുകയാണ്. കർത്താവിന്റെ ഫലം ഫലിക്കാൻ പോവുകയാണ്, നടക്കാൻ പോവുകയാണ്. യേശു കർത്താവിന്റെ നാമത്തിൽ തലമുറയുടെ വിഷയവുമായി ബന്ധപ്പെട്ട പ്രാർത്ഥനകളായിരിക്കുന്ന വ്യക്തികളെ ദൈവത്തിന്റെ സന്ദർശനം നിങ്ങളുടെ മേൽ ഉണ്ടാവുകയാണ്. വലുത് നടക്കട്ടെ, വലുത് നടക്കട്ടെ. കർത്താവിന്റെ നാമത്തിൽ ശക്തവും വലുതുമായ നടക്കുന്നതിനോട് സാക്ഷ്യങ്ങളാൽ എന്റെ അപ്പ ഈ കണ്ടുകൊണ്ടിരിക്കുന്നവരെ ഉറപ്പിക്കുന്നതിനോട് യേശു കർത്താവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. ലാസ്റ്റ് ജനറേഷൻ ബ്രൈറ്റ് ചർച്ചിന്റെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ഈ വിശുദ്ധ ദിവസം ഞാൻ വിളിച്ചു പറയുന്നു, അവൻ നിങ്ങളെ ഒരു നാളും കൈവിടത്തില്ല. അവൻ നിങ്ങളെ ദോഷങ്ങളാൽ പരീക്ഷിക്കുന്നവരല്ല. നിങ്ങളുടെ ജീവിതത്തിൽ നല്ലത് വരുവാൻ ആഗ്രഹിക്കുന്നവരുടെ ഫലം നിങ്ങൾക്ക് അനുകൂലമത്രേ. അത് നിങ്ങളോട് അടുത്തിരിക്കുന്നു. നിങ്ങൾ വലുത് ചെയ്യട്ടെ, നിങ്ങളെ ശക്തീകരിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ.